الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചൊരിയണേ പടച്ചവനേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് വിശേഷങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് നമ്മൾ. അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നീ മാറ്റി തരണേ അല്ലാഹ്. അപ്പോൾ ഇന്നേ മുഅ്മിനീങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കാര്യങ്ങൾ അതിവേഗത്തിൽ കിട്ടാനും നമ്മുടെ കാര്യങ്ങൾ അതിവേഗത്തിൽ നടന്നു കിട്ടണം. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് മുറാദുകൾ ഹാസിലാകാനുള്ളവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കി തരണേ പടച്ചവനേ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. നമ്മുടെ മുറാദുകൾ പലതും ഹാസിലാകാനുണ്ട്. ആ മുറാദുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാനും അതിവേഗത്തിൽ അത് നടന്നു കിട്ടാനും കടങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെയുള്ള നല്ലൊരു സലാത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ഒരു സലാത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മുടെ മുറാദുകൾ നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് നിറവേറുകയും കടങ്ങൾ മാറുകയും രോഗങ്ങൾ മാറുകയും ഒക്കെ ചെയ്യണം. അത് എങ്ങനെയാണ് ചെല്ലേണ്ടിയുള്ളത്, എപ്പോഴാണ് ചെല്ലേണ്ടിയുള്ളത്, എത്രയെണ്ണം ചെല്ലണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഒരു സലാത്ത്, ഒരു അത്ഭുതകരമായ സലാത്താണ്. എല്ലാ സലാത്തും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ ചൊല്ലുന്ന സലാത്ത് അതിനെ എനിക്ക് എത്തിക്കപ്പെടണം, ഞാൻ തിരിച്ചു മറുപടി നൽകുമെന്ന് നബിയനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ടെൻഷനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, കടങ്ങളുള്ളവരോ ഈ സലാത്ത് ചൊല്ലിക്കോ. അതുപോലെ തന്നെ തെറ്റുകൾ പൊറുക്കണമെന്നുണ്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കോ. സലാത്ത് എന്തിനും ഒരു പരിഹാരമാണ്. സലാത്ത് കൊണ്ട് തുറക്കപ്പെടാത്ത ലോകത്ത് ഒരൊറ്റ വിഷയവുമില്ല. എല്ലാ വിഷയങ്ങളും സലാത്ത് കൊണ്ട് തുറക്കപ്പെടുന്നതാണ്. ഒരു മാതാവ് വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മോൻ ജനിച്ചിട്ട് കുറേ വർഷങ്ങളായി. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ മോൻ ജനിച്ചിട്ട് കുറേ വർഷങ്ങളായി. യാ റസൂലല്ലാഹ്, അവൻ സംസാരിക്കുന്നില്ല നബിയേ. എന്റെ പൊന്നുമോൻ സംസാരിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പൊന്നുമോൻ സംസാരിക്കണം നബിയേ. ഏതൊരു മാതാവാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുക? ആ മാതാവും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിൽ വന്നിട്ട് പറയുകയാണ്, എന്റെ മോൻ ജനിച്ചിട്ട് ഒരുപാട് നാളായി നബിയേ, എന്റെ മോന് സംസാര ശേഷിയില്ല. യാ റസൂലല്ലാഹ്, എന്റെ മകൻ സംസാരിക്കുന്ന നബിയേ. അതാരാണ് ആഗ്രഹിക്കാത്തത്? മക്കളുടെ സംസാരം കേൾക്കാൻ എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുന്നതാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മോനെ അടുത്തോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഞാൻ ആരാണ് മോനെ, ഞാൻ ആരാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ ആ സംസാരിക്കാത്ത മകൻ മറുപടിയായി പറയുകയാണ്, സ്ഫുടമായ ശബ്ദത്തിൽ പറയുകയാണ്, അങ്ങ് മുത്തുനബി തങ്ങളാണ്, റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതനായ പ്രവാചകനാണ് നബിയേ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ മുഅ്ജിസത്ത് കൊണ്ട് അവിടെ പല രോഗങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ശിഫയാക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ മുഅ്ജിസത്ത് കൊണ്ട് ധാരാളം രോഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ശിഫയാക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെല്ലാം എന്തുകൊണ്ടിട്ടാണ്? അല്ലാഹുവിന്റെ തൃപ്തിയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി, മുത്തുനബിയുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, അങ്ങക്ക് ആവശ്യമുള്ളതെല്ലാം മതിയോളം തരുന്നതാണ് നബിയേ. അങ്ങക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം മതിയോളം തരുന്നതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നെ തൃപ്തിപ്പെടുത്താനാണല്ലോ റബ്ബേ ഇതൊക്കെ പറയുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്റെ ഉമ്മത്തിൽ
ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകരുത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ പോയാൽ എനിക്ക് തൃപ്തിയാകുകയില്ല. എവിടെയും ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് എപ്പോഴെന്നറിയാമോ? ഏഴാം ആകാശവും കടന്ന് അല്ലാഹുവുമായിട്ട് സംസാരിച്ച സമയമുണ്ടല്ലോ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക. സർവ്വ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും എന്റെ പ്രിയപ്പെട്ട റബ്ബിന് അല്ലാഹു തിരിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മുത്തായ നബിക്ക് സലാം. തങ്ങൾ സന്തോഷമുണ്ടാകാതെ കൊണ്ട് ആനന്ദം കൊണ്ട് അതിയായ സന്തോഷിച്ച സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുത്തായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് മാത്രം പോരാ പടച്ചവനെ, എന്റെ ഉമ്മത്തിനും ഉണ്ട് ദുനിയാവിൽ അവർ കൂടി വേണം സലാം. അപ്പോൾ ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീനായ പ്രപഞ്ചസൃഷ്ടാവായ റബ്ബിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ അല്ലാഹുവിന്റെ റസൂൽ മറന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ എത്രത്തോളം സലാത്ത് നമുക്ക് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്തുകൾ നമ്മൾ ചെല്ലണം. അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. സലാത്ത് കൊണ്ട് തുറക്കപ്പെടാത്ത ലോകത്ത് ഒരു വിഷയമില്ല മുഅ്മിനീങ്ങളെ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടാനും കടങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെയുള്ള നല്ലൊരു സലാത്തിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആവശ്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗികളുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിലും പരാജയപ്പെട്ടവരുണ്ട്, ബിസിനസ് ചെയ്ത് തകർന്നവരൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു എല്ലാ വിഷയങ്ങളിലും വലിയ വിജയങ്ങൾ നൽകപ്പെടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു സലാത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്, എത്ര വെള്ളമാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി പറയാം. നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ, വിഷമങ്ങൾ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനുമുള്ള നല്ലൊരു സലാത്താണ് ഈ സലാത്ത്. ദിവസവും 11 വീതം പതിവാക്കി പോന്നാൽ, ഈ സലാത്ത് ദിവസവും 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിപ്പോന്നാൽ, 11 പ്രാവശ്യം ചൊല്ലി വന്നാൽ നമ്മുടെ വരുമാനം ഒരിക്കലും നിലച്ചു പോകില്ല. നാം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ബർക്കത്തുകളും ധാരാളം നൽകുന്നതാണ്. അതുപോലെ നമ്മുടെ കച്ചവടം, ജോലി, കൃഷി, ഇത് ഏതിൽ കൂടിയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്, അത് നിലച്ചു പോകില്ല. ഇങ്ങനെ അതിൽ കൂടി അല്ലാഹു വരുമാനം അധികരിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആത്മീയത കൂടുന്നതാണ്. അതുപോലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 41 വട്ടം, ഞാൻ ഈ പറയാൻ പോകുന്ന സലാത്ത് 41 വട്ടം. എപ്പോഴാണ്? സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 41 വട്ടം വീതം ഇങ്ങനെ പതിവാക്കി വന്നാൽ എന്ത് മുറാദായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷം 41 വട്ടം ദിക്ർ, സലാത്ത്, ദിക്റും സാധാരണ നമ്മൾ ചെല്ലാറുള്ള ദിക്റൊക്കെ അദ്കാറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുഅ്മിനീങ്ങളെ ഒരു 41 വട്ടം നിങ്ങൾ ചൊല്ലി നോക്കൂ. അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. ഇമാം ഖുർതുബി തങ്ങൾ പറയുന്ന വലിയൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം, വലിയ ഒരു വിഷയം നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ, വലിയൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം. ഒരുപാട് പേർക്ക് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഉണ്ടാകും അല്ലേ? അല്ലാഹുവേ, ഞാൻ ഉദ്ദേശിച്ച എന്റെ വലിയൊരു വിഷയം എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് പോലുള്ളവർ പറയുന്നു, വലിയൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം, നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറി കിട്ടണമെങ്കിൽ 4444 വട്ടം 4444 വട്ടം നിയ്യത്ത് വെച്ച് ഈ സലാത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ തവസ്സുലാക്കി, അല്ലാഹുവേ, ഈ സലാത്തിന്റെയും മുത്തുനബി തങ്ങളുടെയും ബർക്കത്ത് കൊണ്ട്, ഹഖ് കൊണ്ട് എനിക്ക് നീ എന്റെ മുറാദ് ഹാസിലാക്കി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അത് ഉറപ്പായും നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ചില മഹാന്മാര്
അവർ നിയത്താക്കി ചെല്ലുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുറാദുകൾ ഹാസിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുജറബായ ഒരു അമലാണ്. ഇത് അനുഭവിച്ചറിഞ്ഞ മഹാന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇത് അനുഭവിച്ചറിഞ്ഞ മഹാന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മുറാദുകൾ ഹാസിലാകാനുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ സലാത്ത് ഇങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ 4444 കണക്ക് പ്രകാരം ചൊല്ലുമ്പോൾ അത് ഷെയർ ചെയ്ത് ചെല്ലാവുന്നതാണ്. അത് 4454 നമുക്ക് ഒറ്റയ്ക്ക് ചെല്ലണമെന്നില്ല. അത് നമുക്ക് കൂട്ടത്തിലിരുന്ന് ഷെയർ ചെയ്ത് ചെല്ലാവുന്നതാണ്. അതായത് മജ്ലിസ് പോലെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ എണ്ണം പൂർത്തിയാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മഹത്വം എന്താ? ഏത് വ്യക്തിയാണ് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി തന്നെ, ഏത് വ്യക്തിക്കാണ് അദ്ദേഹത്തിന് മുറാദ് ഹാസിലാകാനുള്ളത് ആ വ്യക്തി തന്നെ 4444 വട്ടം തീർത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഒറ്റ ദിവസം കൊണ്ട് ചെല്ലണമെന്നില്ല, തവണകളായി ചെല്ലാവുന്നതാണ്. മഹാന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത് 4444 നമ്മൾ ചൊല്ലുമ്പോൾ എളുപ്പം തീർന്നു കിട്ടാൻ വഴി പറഞ്ഞു തരുന്നുണ്ട്. അത് എളുപ്പം നമുക്ക് തീർന്നു കിട്ടാൻ അവർ വഴി പറഞ്ഞു തരുന്നുണ്ട്. ദിവസം ഒരു 404 വെച്ച് 11 ദിവസം കൊണ്ട് 4444 നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് അല്ലെ? ദിവസം ഒരു 406 ചൊല്ലി നോക്ക് അല്ലെ? അപ്പോൾ 6 ദിവസം കൊണ്ട് 4444 നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ്. അത് തിങ്കളാഴ്ച തുടങ്ങുക, വ്യാഴാഴ്ച തീർക്കുക എന്നാണ്. തിങ്കളാഴ്ച തുടങ്ങിയിട്ട് വ്യാഴാഴ്ച തീർക്കുക. അങ്ങനെ 11 ദിവസം തിങ്കളാഴ്ചയും നോമ്പുകാർ ആയിരിക്കണം, വ്യാഴാഴ്ചയും നോമ്പുകാരനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ, ഈ പറഞ്ഞ രീതിക്കാണെങ്കിൽ അവന്റെ കാര്യം അല്ലാഹു വേഗത്തിൽ അത്ഭുതകരമായി നടത്തി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കൾ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ ഈ സലാത്ത് ചൊല്ലി നോക്കൂ. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് പേര് പല മുറാദുകൾ ഹാസിലാകാനുള്ളവരോട് അല്ലാഹുവേ ഞങ്ങളുടെ മുറാദുകളെല്ലാം ഉത്തരവിധങ്ങളുടെ മേൽ ചെല്ലുന്ന സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അപ്പോൾ ഏത് രീതിയും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 11 ദിവസത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മുടങ്ങാതെ ചൊല്ലി വരണം. 11 ദിവസത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മുടങ്ങാതെ ചൊല്ലി വരുമെന്ന് ചൊല്ലിയാൽ നാളെ ചൊല്ലണം, മറ്റന്നാൾ ചൊല്ലണം, ഇന്ന് ചൊല്ലിയിട്ട് നാളെ ചൊല്ലാതെ മറ്റന്നാൾ ചൊല്ലുന്നു. അത് പറ്റില്ല. മുടങ്ങാതെ 11 ദിവസം ചൊല്ലി വരണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സലാത്ത് നമുക്ക് പരിചയപ്പെടാം. ഈ സലാത്തിന്റെ പേരാണ് നാരിയത്ത് സലാത്ത് എന്നും ഈ സലാത്തിന് പറയുന്നുണ്ട്. വേറെ കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാരിയത്ത് സലാത്ത് എന്നുള്ളതാണ് പ്രശസ്തമായ പേര്, സലാത്തുൻ നാരിയ. അപ്പൊ സലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ തീ പാറും വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്ന മഹത്തായ സലാത്താണ്. ആ സലാത്ത് ഞാനൊന്ന് ചൊല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إذا فشدماكപ്പെട്ട സലാത്ത്. അപ്പൊ അതിമഹത്തായ ഒരു സലാത്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ സലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ സലാത്തുകൾ ധാരാളം ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. رحم الراحمين. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഹബീബായ മുത്തനബിയുടെ സലാത്തിന്റെ മദുഹുകളെ കുറിച്ചാണ് റബ്ബേ നിങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവരെ. റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനങ്ങളില്ലാത്തവരെ
ഞങ്ങൾക്ക് പലരും ഭവനങ്ങളില്ലാത്തവരാണ് ഞങ്ങൾക്ക് ഭവനം നൽകണമല്ലോ. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലുള്ള ഭവനങ്ങൾ നൽകണമല്ലോ. ഞങ്ങൾ പലരും ജോലി ഇല്ലാത്തവരാണ്, ജോലി നൽകണമല്ലോ. ഞങ്ങൾ പലരും ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരാണ്, സമ്പത്തിന്റെ വഴി വിശാലമാക്കണമല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്, കടങ്ങൾ മാറ്റി തരണമല്ലോ. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളാണ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണമല്ലോ. പഠിച്ചവരെ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് വരണമല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിൽ എല്ലാവർക്കും നീ ബർക്കത്ത് വരണമല്ലോ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.